ഇന്ന് നമ്മളൊരു ലൈനിങ് ബ്ലൗസ് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ലൈനിങ് ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ലൈനിങ്ങിനെ രണ്ടായിട്ട് മടക്കണം. ആദ്യം ലൈനിങ്ങിനെ രണ്ടായിട്ട് മടക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അടിഭാഗത്ത് ലെവൽ ചെയ്യണം. ഓക്കെ. അടിഭാഗം ഇങ്ങനെ ലെവൽ ചെയ്യാം. നമുക്ക് ലെവൽ ചെയ്യുമ്പോൾ ഉണ്ടോ, ഒരു സ്കെയിൽ വെച്ച് ഇങ്ങനെ വരച്ചാൽ മതി. എന്നിട്ടത് നേരെയാക്കി കട്ട് ചെയ്ത് മാറ്റും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്ക് പീസാണ് ആദ്യം കട്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ബാക്ക് പീസ് എടുത്ത് കട്ട് ചെയ്യാം. നമുക്ക് രണ്ടായിട്ട് മടക്കി ഇട്ടേക്കാം കേട്ടോ. ഈ അളവ് ബ്ലൗസിൽ നിന്ന് എങ്ങനെ അളവെടുക്കുന്നത് പറഞ്ഞുതരാം. ഷോൾഡർ ജോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെന്ത് എടുക്കുക, അതായത് ഇറക്കം. ഷോൾഡറിൻ്റെ നെക്കിൻ്റെ ഈ ഭാഗത്തു നിന്ന് ഇവിടം വരെയുള്ള ഇറക്കം 15 15 നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക. അപ്പോൾ 16. 1 ഇഞ്ച് കൂട്ടിയെടുക്കുന്നത് ഇവിടെ അരേഞ്ച് തയ്യത്തുമ്പോൾ പോവും, ഇവിടെ മുകളിൽ അരേഞ്ച് പോകും. അപ്പോൾ 15-ന് 16 എടുക്കുക. ഓക്കെ. എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി ഒരു ലൈൻ കൊടുക്കുക. 16 എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അവിടെ ഇങ്ങനെ വരയ്ക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ വിത്ത് എടുക്കണം. വിത്തും നെക്ക് ലെന്തും എടുക്കണം. അപ്പോൾ നമുക്ക് ബാക്ക് പീസ് ഇതേപോലെ വെച്ചതിന് ശേഷം ആ ഷേപ്പ് തന്നെ എടുക്കണം. ഒരു അളവിന് അനുസരിച്ച് എടുക്കണം കേട്ടോ. അതെ, നെക്കിൻ്റെ വിത്ത് എടുക്കുമ്പോൾ നോക്കിക്കുക. ഇവിടെ നിന്ന് കഴുത്ത് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം വളയരുത്. ആ കറക്റ്റ് ഭാഗം ഇങ്ങനെ ബാക്ക് ഇതേപോലെ വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള അകലം നോക്കുക. ഇതിനകത്ത് 6.5 കാണിച്ചേക്കുന്നത്. 6.5 കേട്ടോ. 6.5 എടുത്തപ്പോൾ നമ്മളിതിൻ്റെ പകുതിയാണ് എടുക്കേണ്ടത്. 6.5യുടെ ഫുള്ളായിട്ടാണ് 6.5 വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 3.25 വരും കേട്ടോ. നെക്ക് വിത്തിൻ്റെ പകുതി എടുക്കണം. ഈ ബാക്ക് നെക്കിൻ്റെ ലെന്ത് കൂടെ എടുക്കുക. 7.5 ഉണ്ട്. ബാക്ക് നെക്കിൻ്റെ ലെന്ത് 7.5 കണ്ടില്ലേ? 7.5 ബാക്ക് നെക്കിലെ ലെന്ത്. ഇത് അപ്പോൾ നമുക്ക് 6.5 നെക്കിൻ്റെ വൈഡ്. അപ്പം അതിൻ്റെ പകുതി 3.25. 3.25 എടുക്കുമ്പോൾ നമ്മൾ തയ്ച്ച് വരുമ്പോൾ അത് ആയിക്കോളും. അപ്പോൾ 3.25 ഇഞ്ച് കുറച്ചെടുത്താൽ മതി. 3 എടുത്താൽ മതി. നെക്ക് ലെന്ത് 7.5. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വേറെ ഒരു ഈ നെക്കാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവരളവ് തരുമ്പോൾ നമ്മൾ അതേ ഷേപ്പ് തന്നെ എടുക്കണം. ഈ അകലം നോക്കുക. 4. ഈ 3 ഇവിടെയും കൂടെ എടുക്കുക. ഇവിടുന്ന് നമുക്ക് 4 വേണം. ഇവിടുന്ന് ഇങ്ങനെ 4 എടുക്കുക. ഇങ്ങനെ 4 മാർക്ക് ചെയ്യാം. എന്നിട്ട് നെക്കിൻ്റെ അകലം 3 എടുത്തു. നെക്ക് ലെന്ത് 7.5 എടുത്തു. എന്നിട്ട് ഒരളവിൻ്റെ ഈ വിത്ത്, ഈ നീളം, ആ ഒരു ഈ നെക്കാണ് അവർക്ക് വേണ്ടത്. അപ്പം നമുക്ക് ആ അകലം നോക്കണം. അതിൽ നമുക്ക് മിസ്റ്റേക്ക് വരുത്തരുത്. അപ്പോൾ ആ സെൻറ്ററിൽ നിന്ന് ഇവിടം പോലുള്ള നീളം 3.5 ഉണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് 3.5 എവിടെ കിട്ടുന്നതെന്ന് നോക്കണം. ഉണ്ടോ? ഇവിടെ കിട്ടും. അപ്പോൾ ആ 3.5 മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ ഒരു ലൈൻ ചെയ്യാം. കണ്ടോ? അപ്പോൾ ആ ഷേപ്പ് കിട്ടും. ഓക്കെ. ഇനി ഷോൾഡർ അവർക്ക് ഇവിടെ നമുക്ക് ഈ ഷോൾഡർ കൂടെ തന്നിട്ടുണ്ടല്ലോ. നെക്കിൻ്റെ
ഈ ഭാഗത്തു നിന്നുള്ള ഷോൾഡർ എടുക്കുക. 2.25 2.25 വരുമ്പോൾ 3.25 ഒരു പോയിൻറ്റും കൂടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. 2.25 3.5 തയ്ച്ച് വരുമ്പോൾ കറക്റ്റ് അതാണ് കേട്ടോ. തയ്ച്ച് വരുമ്പോൾ നമുക്ക് 1/2 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. തയ്ച്ച് വരുമ്പോൾ 3.25 നിൽക്കും. പിന്നെ കൈക്കുഴി നോക്കുക. ഇവിടുന്ന് ബാക്ക് പീസിൻ്റെ ഇവിടുന്ന് ഈ ലെന്ത് നോക്കുക. ഉണ്ടോ? കൈക്കുഴിയുടെ ഈ ബോഡി പാർട്ടിൻ്റെ ജോയിൻറ്റും കൈക്കുഴിയുടെ ജോയിനും കൂടെ ചേർത്ത് വെച്ചിട്ട് അവിടെ നിന്നുള്ള നോക്കിയാൽ മതി. 6.5 ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് 6.5 മാർക്ക് ചെയ്യുക. ഷോൾഡറിൽ നിന്ന് 6.5 മാർക്ക് ചെയ്യുക. ഇവിടെയാണ് ചെസ്റ്റ് വണ്ണം വരുന്നത്. കൈക്കുഴി വന്ന് ജോയിൻ്റ് ആയ ഭാഗത്താണ് ചെസ്റ്റ് വണ്ണം വരുന്നത്. ഇനി ബാക്ക് പീസിൻ്റെ വണ്ണം നോക്കുക. ഈ ജോയിൻ്റ് മുതൽ ഈ ജോയിൻ്റ് വരെയുള്ള നീളം നോക്കണം. ബാക്കിൻ്റെ കേട്ടോ. ബാക്കിൻ്റെ ഈ ജോയിൻ്റ് മുതൽ ഈ ജോയിൻ്റ് വരെയുള്ള നീളം. ഉണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കണം. 11 എടുത്തിട്ട് 1.5 ഇഞ്ച് തയ്യത്തുണ്ട്. ഇനി നമുക്കിവിടെ കുറിച്ച് വെട്ടണം. ഇവിടെ നിന്ന് സെൻറ്റർ കാണുക. 3.25 6 നമ്മൾ എടുത്തല്ലോ കൈക്കുഴി. അപ്പോൾ അതിൻ്റെ സെൻറ്റർ 3.25 പകുതി കേട്ടോ. ഇവിടെ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ 3.25 നിന്ന് ഇങ്ങനെ വളച്ച് ഈ വണ്ണത്തിൽ നമ്മുടെ 11 കൂടെ അല്ലേ അവിടെ കൊണ്ടെത്തണം. അപ്പോൾ അത് കറക്റ്റായിരിക്കും. സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ അളവിൻ്റെ ആംഹോൾ റൗണ്ട് കൈക്കൂടെ ഇവിടെ നമുക്ക് 9 കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം 9 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 9 ബാക്കും ഫ്രണ്ടും കൂടെ വരുമ്പോൾ 9 18 കിട്ടുന്നോ നോക്കണം. ഇവിടെ റേഞ്ച് തയ്യൽത്തുമ്പൂര് പോകും. ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് 9 കിട്ടുന്നോ നോക്കണം. ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് 9 കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് 6.5 മതി ഇവിടുത്തെ. ഇനി വേസ്റ്റ് ഭാഗത്തെ വണ്ണം, ബാക്ക് പീസിൻ്റെ വേസ്റ്റ് ഭാഗത്തെ വണ്ണം ഇവിടെ നിന്ന് ഉണ്ട് 16.5 ഉണ്ട്. അപ്പോൾ 17.5 ഉണ്ട് കേട്ടോ. ബാക്ക് ഭാഗത്തെ വണ്ണം 17.5. 17.5 വരുമ്പോൾ അതിൻ്റെ പകുതി 8.25 മാർക്ക് ചെയ്യുക. ബാക്കിൽ 2 ടക്ക് ഉണ്ട്. അപ്പോൾ അതിന് 1/2 ഇഞ്ച് കൂടെ കൂട്ടുക. 9.25. എന്നിട്ട് നമ്മുടെ ഈ വണ്ണവും വേസ്റ്റ് വണ്ണവും കൂടെ, ചെസ്റ്റ് വണ്ണവും വേസ്റ്റ് വണ്ണവും കൂടെ ജോയിൻ ചെയ്ത് തയ്യൽത്തുമ്പും ജോയിൻ ചെയ്യുക. അപ്പോൾ ഇനി കട്ട് ചെയ്യാമല്ലോ. നെക്ക് ഷോൾഡർ ഷേപ്പ്, വണ്ണം തയ്യൽത്തുമ്പിൻ്റെ കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വണ്ണം ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ വേസ്റ്റ് വണ്ണത്തിന് മാർക്ക് ചെയ്യാം. ഈ ടക്കിൻ്റെ നീളം ഷോൾഡറിൻ്റെ ഇതേപോലെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്നൊരു ഷോൾഡർ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ നേരെ ഒരു 4 ഇഞ്ച് വരെ മതി കേട്ടോ. പുറത്ത് ബാക്കിലും ടക്ക് ഉണ്ടല്ലോ, 2 ടക്ക് ഉണ്ട്. അപ്പോൾ 2 ടക്ക് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഇതിനെ വെച്ചിട്ട് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. ഇനി നമുക്ക്
ഫ്രണ്ട് പീസ് കിട്ടുമ്പോൾ ഇതിനെ ഇങ്ങനെ തിരിച്ചിടും. കണ്ടോ? ഇങ്ങോട്ട് ഓപ്പൺ വരുന്ന ഭാഗം നമ്മുടെ വശത്ത് നിൽക്കണം. അളവിൽ നോക്കുക, ക്രോസ് ആണോ, ഫ്രണ്ട് ഭാഗം ക്രോസ് എടുക്കുക, സ്ട്രെയിറ്റ് എടുക്കുക. ഇവർക്ക് സ്ട്രെയിറ്റ് പീസാണ്. അപ്പോൾ ഇതിനെ ബാക്ക് പീസ് എടുത്തിട്ട് ഇതേപോലെ വെക്കുക. ബാക്ക് പീസ് എടുത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ബാക്കിൻ്റെ ഇതേപോലെ മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് 1.5 അല്ലെങ്കിൽ 1.25 മതി. ആദ്യമായിട്ട് തയ്ക്കുന്നവർക്കാണെങ്കിൽ 1.5 എടുക്കുക. തയ്ച്ചൊക്കെ ഇച്ചിരി തയ്യത്തുമ്പോൾ കൂടുതൽ കുറച്ച് കറക്റ്റായിട്ട് പോകുന്നവരാണെങ്കിൽ, എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ 1.25 എടുത്താൽ മതി. 1.25 എടുത്ത് ഇങ്ങനൊരു ലൈൻ ചെയ്യാം. മനസ്സിലായല്ലോ? ബാക്കിനേക്കാളും ഫ്രണ്ട് 1.25 1.5 എടുത്ത് ഈ ഒരു ലൈൻ ചെയ്യാം. അത്രയേ ഉള്ളൂ. എന്നിട്ട് ഈ വണ്ണം നമുക്ക് ഇതിൻ്റെ ബാക്കിൻ്റെ വണ്ണം ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ധരിക്കുക. അപ്പം നമ്മുടെ ഇവിടെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതവിടെ കിടന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് വരയ്ക്കുക. ഈ 1.5 ഇഞ്ച് അത് കട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതെടുത്ത് മാറ്റാം. ഇനി ഫ്രണ്ട് നെക്ക് എടുക്കുക. ഫ്രണ്ടിൻ്റെ നെക്ക് എടുക്കുക. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളം നോക്കുക. ഇവർക്ക് 6.25 6.25 എടുക്കുക. എന്നിട്ട് നെക്കിൻ്റെ വിത്ത് 3.25 നമ്മൾ ബാക്കിൽ വൈഡ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് 2.25 എടുത്താൽ മതി. അപ്പോൾ ഒരു പിടുത്തം വരും. ഇങ്ങനെ നെക്കിൻ്റെ ഭാഗത്ത് ലൂസ് വരത്തില്ല കേട്ടോ. 2.25 എടുക്കും. എന്നിട്ട് ഇവിടെ ഷേപ്പ് ചെയ്യുന്നത് ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ട് 2.25 ഞാൻ ഈ വിത്തെടുത്തോളൂ. ഒരു 1/4 ഇഞ്ച് പടിയടിക്കുന്നിടത്ത് തയ്യത്തുമ്പെടുത്ത്. അത് കഴിഞ്ഞതിന് ശേഷം 1/2 ഇഞ്ച് മുകളിലോട്ടാക്കുക, ആ യു ഷേപ്പ് കിട്ടാൻ വേണ്ടി. എന്നിട്ട് 1/2 ഇഞ്ച് ഇങ്ങനെ കൂടെ ഉണ്ടോ. എന്നിട്ട് നേരെ ഇങ്ങനെ വന്ന് നമുക്ക് ആ നെക്കിൻ്റെ ആ ഷേപ്പ് കിട്ടും കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ആം ഹോൾ റൗണ്ട് വെച്ച് ഇതേപോലെ ഇതിൻ്റെ നീളം എത്രയാണെന്ന് വെച്ചിട്ട് 6.25 പകുതി 3.25 അവിടെ ഈ ഇതേപോലെ വെക്കുക. നെക്കിൻ്റെ എൻഡിൽ ഇതേ വെക്കുക. എന്നിട്ട് എല്ലാം കറക്റ്റായിരിക്കും. കൈ കൊണ്ട് വരച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. എന്നിട്ട് ടക്ക് പോയിൻ്റ് എടുക്കണം. ടക്ക് പോയിൻറ്റിൻ്റെ ലെന്തും ടക്ക് പോയിൻ്റ് വിത്തും കാണും. കൊളുത്ത് വെക്കുന്ന ഭാഗത്തു നിന്ന് വേണം എടുക്കാൻ. കൊളുത്ത് വെക്കുന്ന ഭാഗത്തു നിന്ന് ഈ മെയിൻ ടക്കില്ലേ, വലിയ ടക്ക്, ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ പോയിൻ്റ് കൊടുക്കുന്ന ടക്ക്. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള നീളം നോക്കുക. 4.25 ഉണ്ട്. അപ്പോൾ ഈ തയ്യെത്തുമ്പോൾ ഒരു 4 ഇഞ്ച് പോകും. അപ്പം 4.5 എടുക്കുക. ഇവിടുന്ന് ഈ നീളത്തിൽ നിന്ന് എവിടുന്നെങ്കിലും ഒരു 4.5 മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് എടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ നേരെ നിന്ന് വേണം എന്തെടുക്കാൻ, ടക്ക് പോയിൻറ്റിൻ്റെ നീളം, ടക്കിറക്കം എന്ന് പറയും കേട്ടോ. പലരും പല രീതിയിൽ പറയും. ഷോൾഡറിൻ്റെ ഇവിടെ ടേപ്പ് ഞാൻ വെച്ചിട്ട് മെയിൻ ടക്കിൻ്റെ ഈ എൻഡില്ലേ തുടക്കം അവിടം വരെ നീളം നോക്കുക. 10.5 ഉണ്ടോ. ഷോൾഡറിൻ്റെ ഈ നെക്കിൻ്റെ ഷോൾഡറില്ലേ അവിടെ നിന്ന് ഈ നീളം വരെ മെയിൻ ടക്കിൻ്റെ
നീളം വരും. 10.5 ഉണ്ട്. അപ്പം നോക്കിക്കോ, 10.5 ഇവിടെ വെക്കുക, ഇതിൻ്റെ നേരെ വെക്കുക. എന്താ 10.5 അവിടെ കിട്ടിയപ്പം 11 എടുക്കണം കേട്ടോ. അരയിഞ്ച് ഇവിടെ തയ്യൽത്തും പോവും, അരയിഞ്ച് കൂട്ടിയെടുക്കണം. അപ്പം ഈ നമ്മുടെ ടക്ക് വിത്തിൻ്റെ നേരെ എടുത്തു കണ്ടോ. അപ്പോൾ ഇതാണ് മെയിൻ ടക്ക്. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ നീളം നോക്കുക. ആ മെയിൻ ടക്കിൻ്റെ നീളം അവർക്ക് തന്നേക്കുന്നുണ്ട്, നമുക്കൊന്നും കണ്ടുപിടിക്കണ്ട. 2.5 ഉണ്ട്. ഇവിടുന്ന് അരയിഞ്ച് കൂടെ കൂട്ടിപ്പോ 3 എടുക്കുക. 3 എടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ലൈൻ ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് ഒരു ലൈൻ ചെയ്യുക, ഇവിടുന്ന് ഒരു ലൈൻ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ വിത്ത് എടുത്തേക്കുന്ന എത്ര നോക്കുക. നമ്മുടെ അളവിൽ 1.5 ഉണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് 2.5 3 എടുത്ത് ഇവിടുന്ന് 1.5 എടുക്കുക, ഇവിടുന്ന് 1.5 എടുക്കുക. എന്നിട്ട് ഈ 1.5 ഇതിലോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഇങ്ങനെ വരും. ഉണ്ടോ? മനസ്സിലായില്ലേ? അത് കഴിഞ്ഞതിന് ശേഷം മൂന്ന് ടക്കുണ്ടല്ലോ, ചിലർ 4 ഇടും, ചിലർ 3 ഇടും. ഈ ഇവിടുന്നുള്ള നീളം നോക്കുക, 1.5 കൈക്കുഴിയുടെ ഭാഗത്തുള്ള നീളം അവരിട്ടേ തന്നുകൊണ്ട് നമുക്ക് ആ അളവിൽ തന്നെ വെച്ച് കൊടുക്കണം. 3 ഇഞ്ച്. ഇവിടുന്ന് 1.5 മാർക്ക് ചെയ്യുക, ഇവിടുന്ന് 1.5 മാർക്ക് ചെയ്യുക, ഇവിടുന്ന് 3 കണ്ട കൈക്കുഴിയുടെ ഇങ്ങനെ വരും, 3 മാർക്ക് ചെയ്യുക. ഇങ്ങോട്ടും വരും, ഇങ്ങോട്ടും വരും. ഇത് നമ്മൾ ഇതിൻ്റെ നേരെ നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതിൻ്റെ നേരെ നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ട് 1/2 ഇഞ്ച് ഇതേപോലെ കുഴിച്ചു വെക്കുക. ഉണ്ടോ? എളുപ്പമുള്ള വഴിയാണ്. ഇതിൻ്റെ ടക്കിൻ്റെ നീളം 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ പോയേക്കുന്ന ലൈനിൽ നിന്ന് 1/2 ഇഞ്ച് ഫ്രണ്ട് കുഴിച്ചു വെക്കുക. ഇത്രയും മനസ്സിലായല്ലോ? അപ്പം ഫ്രണ്ട് ഭാഗവും കൈക്കുഴി കുഴിച്ചു വെട്ടി കഴുത്ത് മാർക്ക് ചെയ്ത് ടക്കും മാർക്ക് ചെയ്ത് കണ്ടോ? 4 ഇഞ്ച് പിടിക്കുന്നതാണ് ഇങ്ങനെ. മനസ്സിലായല്ലോ? അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഈ ഷേപ്പ് എടുക്കാൻ ഇവിടുന്നുള്ള നീളം നോക്കും. ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഓക്കെ. എന്നിട്ട് ഇതേപോലെ എന്താ ഇതിൽ കൊണ്ടുവന്ന് കട്ടിങ്ങിൻ്റെ എടുക്കാനാണ്. ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, കൈ വളഞ്ഞ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് 1.5 മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുക, ഇവിടുന്ന് 1.5 മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ മാർക്ക് ചെയ്യുക ഇതിനകത്തുണ്ട്. എന്നിട്ട് ഇങ്ങനെ വളച്ചെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇവിടുത്തെ വണ്ണം നോക്കുക. വേസ്റ്റ് ഭാഗത്ത് ഫ്രണ്ട് പടിയിലെ വണ്ണം നോക്കുക. വേസ്റ്റ് ഭാഗത്ത് ഫ്രണ്ടിലെ വണ്ണം 8 ഇഞ്ചാണ് കൊടുത്തത്. അപ്പോൾ 8 മാർക്ക് ചെയ്തതിന് ശേഷം തയ്യൽ തുമ്പ് കൂടെ എടുക്കുക. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ 9.5 എടുത്തതിന് ശേഷം ഇങ്ങനെ കൊണ്ടുവന്ന് വരയ്ക്കരുത്. 9 കൂടെ അല്ലേ എടുക്കണം, 9.5 ഇങ്ങനെ ഇരിക്കണം. എന്താ ഇതാണ് കറക്റ്റ്. തെറ്റ് കേട്ടോ. അപ്പോൾ ഇത്രയും കട്ട് ചെയ്യാതെടുക്കാം. കട്ടിങ്ങിൻ്റെ എന്താ
ഇവിടുന്ന് ഒരു അര ഇഞ്ച് മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ ഇത് അടിച്ച് വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗമാണെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു കട്ട് കൊടുക്കാം. ഫ്രണ്ട് കുഴിച്ച് വെക്കണം. ഇനി നമുക്ക് ഫ്രണ്ടും കൂടെ അപ്പം നമ്മൾ കട്ടിങ് ഫ്രണ്ട് പീസും കഴിഞ്ഞ് ബാക്ക് പീസും കട്ട് ചെയ്തു, ഫ്രണ്ട് പീസും കട്ട് ചെയ്തു. ഇനി സ്ലീവും കൂടെ ഉള്ളേ. സ്ലീവിനെ 4 ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം നോക്കുക, സ്ലീവിൻ്റെ ഇറക്കം എടുക്കുക. 7 ഇഞ്ചുണ്ട്, 7ന് 8.5 എടുക്കുക, 1.5 ഇഞ്ച് കൂട്ടിയെടുക്കുക. ഇവിടെ നമുക്ക് ബോർഡർ ഉണ്ടായത് 1.5 കൂട്ടേണ്ട, 1 കൂട്ടിയാൽ മതി കേട്ടോ. സ്ലീവിന് 7 ഉണ്ട്, ഇപ്പോൾ 8 എടുത്താൽ മതി. എന്നിട്ട് ആംഹോൾ റൗണ്ട് എത്രയായിരുന്നു നോക്കാം. അവർക്ക് 9 ഉണ്ട്. ഇവിടെ നിന്നൊരു 3.5 മാർക്ക് ചെയ്യാം നമുക്ക്. എന്നിട്ട് ഇവിടെ നിന്നൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിനെ എന്താ ഷേപ്പ് എടുക്കുക. ഇവിടെ നമുക്ക് 9 കിട്ടുന്നതെന്ന് നോക്കുക. നമുക്കിവിടെ കറക്റ്റ് കിട്ടത്തില്ല. ഇവിടെ അന്നേരം എന്ത് ചെയ്യണം, തുണി എക്സ്ട്രാ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ കൈവണ്ണം കൂട്ടും. നമ്മൾ 4 മടക്കിയിട്ടേക്കുമല്ലേ, ഇതേപോലെ വെച്ചിട്ട് 4 വശത്തായിട്ട് ഒരു 4 ഇഞ്ച് പോയിൻ്റ് അടിച്ചെടുക്കാനായിട്ട്. ഇതേപോലെ എടുത്താൽ 2 സൈഡിലും വെക്കണം കേട്ടോ. കൈയുടെ 2 സൈഡിലും വെക്കണം. ഇതിൻ്റെ സെൻറ്റർ ജോയിൻറ്റ് ഇന്ന് കൈ കുളിച്ച് വെട്ടുന്നത് ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് കൈ കുളിച്ച് വെട്ടിയാൽ മതി. ഇനി മെയിൻ പീസ് കട്ട് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്ത ഭാഗം എടുത്തിട്ട് പോയിരുന്നോ സ്ലീവിനെ 4 മടക്കിയിട്ടതിന് ശേഷം ഇതേപോലെ സ്ലീവ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇത് ഇച്ചിരി കൂടുതലിട്ട് വെട്ടിയാൽ മതി. കൈ നമ്മൾ അളവ് ലൈനിങ് ആണല്ലോ, അപ്പോൾ അത് നോക്കി അങ്ങ് ചെയ്താൽ മതി കേട്ടോ.
എന്നിട്ട് നമുക്ക് ബാക്ക് പീസ് വെട്ടാം. ബാക്ക് പീസ് വെട്ടുമ്പോൾ ലൈനിങ് ഇതിനകത്ത് വെച്ചിട്ട് മെയിൻ പീസ് ഇച്ചിരി കൂട്ടിയിട്ട് വെട്ടിയാൽ മതി. നമ്മുടെ അളവ് ഇതാണ്, ലൈനിങ് ആണ്. അത് ചേർത്തടിച്ചിട്ട് എക്സ്ട്രാ നിൽക്കുന്നത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പം നമ്മൾ ബാക്കും വെട്ടി, സ്ലീവും വെട്ടി, ബാക്കും വെട്ടി. ഇനി ഫ്രണ്ട് വെട്ടാൻ നേരം ഇനി തിരിച്ചിടണം. ഇതേപോലെ ഞാൻ ഇട്ടിട്ട് ഇച്ചിരി കൂട്ടിയും എടുത്താൽ മതി കേട്ടോ. നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ട് എക്സ്ട്രാ നിൽക്കുന്നത് ലൈനിങ്ങും മെയിൻ പീസും കൂടെ ചേർത്ത് തയ്ക്കത്തില്ലേ, അത് കഴിഞ്ഞിട്ട് കൂടുതൽ നിൽക്കുന്നത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഓക്കെ, അപ്പം നമ്മൾ ഇതും കഴിഞ്ഞു. ഇനി കട്ടിങ്. ഇത് നമുക്കൊരു 6 വേണേ. ഇത് 2 ഉണ്ട്, വേറെ 2 കൂടെ വെട്ടി വെക്കും. ഇനി കഴുത്തിലെ ക്രോസ് പീസ്, ഫ്രണ്ടിൽ അരിപ്പടി കൊളുത്ത് വെക്കുന്ന പടി അത് വെട്ടണം. കഴുത്തിൻ്റെ ക്രോസ് പീസ്, ബാക്ക് പീസിൻ്റെ പടി, ഇത്രയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ അറിയാമല്ലോ. അത് നമുക്ക് ഇതിൽ നിന്ന് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഓരോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെയാണ് ഒരു ലൈനിങ് ബ്ലൗസ് കട്ട് ചെയ്യുന്നത്, എളുപ്പമുള്ള രീതിയിൽ. തയ്യലിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ് എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, കട്ട് ചെയ്തതിന് ശേഷം കളർ നൂലെടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ.